ഞങ്ങളിപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 9,000 ചില്ലാന വോട്ടിന്റെ ഭൂരിപക്ഷം ഇവിടുന്ന് കിട്ടുകയുണ്ടായി. ഇപ്പം ഏകദേശം പോളിംഗ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അതിന്റെ അടുത്ത് തന്നെ നിൽക്കുന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങൾ അതിനേക്കാളും അല്ലെങ്കിൽ അതുപോലെ അതിനേക്കാളും അനുകൂലമായിട്ട് മാറുന്നു. ആ സാഹചര്യത്തിൽ 5 അക്ക ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഉറച്ച കോൺഫിഡൻസ് ഉണ്ട്. കണക്കൂട്ടലും ഇപ്പൊ CJP ആയോ? അല്ല, അങ്ങനെ ന്യൂനപക്ഷങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വരെ ശ്രമിച്ചു. അവരുടെ ഒരു മതേതര ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ ശ്രമിക്കുക CPM ചെയ്തത്. ഭൂരിപക്ഷ സമൂഹത്തിന്റെ മതേതര ബോധത്തെയും അവര് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. കാരണം അങ്ങനെ ഒരു പരസ്യം ചില വിഭാഗങ്ങളെ മാത്രം ലാക്കാക്കി കൊടുത്തു എന്ന് അവർ തന്നെ ക്ലെയിം ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി. അപ്പൊ അതിനെതിരായിട്ടുള്ള പ്രതികരണം പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ CPM പ്രവർത്തകരിൽ പോലും അതൊരു അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പെട്ടി ഞങ്ങള് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് പരാതി 2 തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ആ വനിതകളുടെ റൂമിലേക്ക് അതിക്രമിച്ച് കയറി അവർ ചെയ്ത നാടകം. 2, തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ച് രാഷ്ട്രീയ പ്രേരിതമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പോലീസ് ഇടപെടൽ. അപ്പൊ അതിനെ സംബന്ധിച്ച് പോലീസിന്റെ ആക്ഷൻ ഇല്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും നിയമപരമായ ഫോളോ അപ്പ് അത്തരം കാര്യങ്ങളിൽ നടത്തും. പിന്നെ ജനങ്ങൾക്കിടയിൽ അതന്നെയാണ് ഏറ്റവും വലിയ ചർച്ച. ആ പ്രയാസങ്ങൾ അനുഭവിച്ച ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞിരുന്നത് മുഴുവൻ ആ കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞതും അത് തന്നെയായിരുന്നു. 2 മുന്നണികളും അതിൽ നിന്ന് ചർച്ച മാറ്റാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് വാർത്ത ചിലപ്പോൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്കല്ല സന്ദീപ് വാര്യർ പോയത്. അല്ല, സമയം BJP കളയാണെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കായിരുന്നു. അവരെന്ന് ഒരാൾ പോയിട്ടാണ്. പക്ഷെ CPM എന്തിനാ സമയം കളഞ്ഞെന്ന് അവരുടെ പ്രവർത്തകർ ആലോചിക്കൂലേ? BJPന്ന് ഒരാൾ മാറിപ്പോവാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മുമ്പ് പറഞ്ഞതും AK ബാലൻ റീസെന്റ് ആയിട്ട് പറഞ്ഞതും MP രാജേഷ് പറഞ്ഞതും ഒക്കെ ജനങ്ങൾ കേട്ടതല്ലേ? ഞങ്ങൾ പ്രതിരോധിക്കേണ്ടി വരികയല്ലല്ലോ ചെയ്തത്, അവരെ എക്സ്പോസ്ഡ് ആവുകയല്ലേ ചെയ്തത്. BJPന്ന് ഒരാൾ പോയപ്പോൾ അവർ കൊടുത്ത പരസ്യത്തിൽ ഒരു BJP നേതാവിന്റെയും വിഭാഗീയ പ്രസ്താവനകളോ നിലവിലും BJP നിൽക്കുന്ന ഒരാൾക്കെതിരെ വിമർശനങ്ങളും ഇല്ല. BJP ആയിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു വർഗീയ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു, ദൂരെ കളഞ്ഞു എന്ന് പറഞ്ഞ ഒരാൾക്കെതിരെ മാത്രം പരസ്യം കൊടുക്കേണ്ട ഗതികേടിലേക്ക് CPM എത്തിയത് ഇതിനു ശേഷം ഉണ്ടായ ഡെവലപ്മെന്റ് അല്ലേ? അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് പോലെ തന്നെയാണ് ഇലക്ഷനെ പറ്റിയുള്ള പ്രവചനം നടത്താറുള്ളത്.